السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد حبيب رب العالمين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലെ വളരെ പുണ്യമുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മാസം അങ്ങ് വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത റമദാനിക്ക് നമ്മൾ ഉണ്ടാകുമോ ഇല്ലേ, ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ അവസരം നമ്മൾ മുതലാക്കണം, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങണം. എത്രയോ തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളാണ് നാം എല്ലാവരും. റബ്ബ് നമ്മുടെ തൗബ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പകല് നമ്മുടെ തൗബ, രാത്രി തെറ്റ് ചെയ്തവൻ്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. അതുപോലെ രാത്രി, പകല് തെറ്റ് ചെയ്തവൻ്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി രാത്രിയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. ഏതുവരെ? ഹത്താ തത്ലു അശ്ശംസു മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത് വരെ. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നൊരു കാലഘട്ടമുണ്ട്, അത് അവസാന കാലഘട്ടമാണ്. അതോടുകൂടി ഈ ലോകം ഇവിടെ നശിക്കും. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിലെ പ്രധാന അടയാളത്തിൽപ്പെട്ട ഒരു അടയാളമാണ്. അത് തീർച്ചയായും സംഭവിക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന സൂര്യൻ അത് കിഴക്കിൽ നിന്നാണ് ഉദിച്ചു വരുന്നത്, നമുക്കറിയാം. അത് ചെന്ന് അസ്തമിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. എന്നാൽ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചു വരുന്നൊരു കാലഘട്ടമുണ്ട്. അതോടുകൂടി പിന്നെ തൗബയുടെ കവാടം അടക്കപ്പെട്ടു. അതുവരെ തൗബ ചെയ്യാനുള്ള അവസരമുണ്ട് ജനങ്ങൾക്ക്. അത് മൊത്തത്തിലുള്ളൊരു കണക്കാണ്. എന്നാൽ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തൗബയുടെ അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, തീർച്ചയായും അള്ളാഹു ഒരു അടിമൻ്റെ തൗബയെ സ്വീകരിക്കും, മാ ലം യുഗർഗിർ, അവൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്താത്ത കാലത്തോളം. മരണമാസന്നമാകുന്ന സമയം ആയാൽ പിന്നെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ കഴിഞ്ഞാൽ പിന്നെ തൗബയെ അള്ളാഹു തആല സ്വീകരിക്കില്ല. അതല്ലാത്ത കാലത്തൊക്കെ തൗബയെ അള്ളാഹു തആല സ്വീകരിക്കും. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും മരണം നമ്മെ പിടികൂടും, അതിൽ യാതൊരു സംശയമില്ലല്ലോ. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലില്ലേ. എന്തെല്ലാം ചിന്തകളും പരിപാടികളും ആസൂത്രണം ചെയ്ത ആളുകൾക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് നമ്മളെ നിത്യാനുഭവമല്ലേ.
അപ്പം നമുക്കും ഈ സംഗതി വരാനുണ്ടല്ലോ. എപ്പോഴാണ്, ഏത് സെക്കൻഡിലാണ്, ഏത് മണിക്കൂറിലാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ തൗബയെ പിന്തിപ്പിക്കാനൊരു വകുപ്പുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നമത് തൗബത്തു അലല്ലാഹ് ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. തീർച്ചയായും അല്ലാഹു തആലാന്റെ മേലാണ് തൗബ. അല്ലാഹു തആല തൗബ സ്വീകരിക്കും. ലില്ലദീന യഅമലൂന അസ്സയ്യിആതി യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ, തെറ്റുകുറ്റങ്ങൾ വിവരമില്ലായ്മ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളുടെ സുമ്മ യതൂബൂന മിൻ ഖരീബ്, പിന്നെ അവർ അടുത്ത സമയത്ത് തന്നെ തൗബ ചെയ്യുന്ന ആളുകൾ, അവരുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് അല്ലാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതിനെ തൊട്ടടുത്ത് പിന്നെ പറയുന്നത്, വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന അസ്സയ്യിആതി ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. തൗബ അല്ലാഹു തആല സ്വീകരിക്കില്ല തെറ്റുകുറ്റങ്ങൾ ചെയ്തവർ അവനെന്ത് ചെയ്തു, മരണമാസന്നമാകുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഇന്നി തുബ്തുൽ ആൻ, ഇപ്പം ഞാൻ തൗബ ചെയ്തിരിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞാൽ അവൻ്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. അവൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കില്ല. അതുവരെ എവിടെയായിരുന്നു? എന്തായിരുന്നു ചെയ്യാതിരുന്നത്? അപ്പം എന്താണ് തൗബ ചെയ്യേണ്ട മനസ്ഥിതി വരുന്നത്? മരണമാസന്നമാകുന്ന സമയത്ത് അവർ വരാനാ പോകുന്ന ശിക്ഷയുടെ സിഗ്നലുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അത് കാണുമ്പോൾ അവനക്ക് ബോധം വന്ന്, കുറ്റബോധം വന്ന് തൗബ ചെയ്യാണ്. പക്ഷെ അപ്പം തൗബ ചെയ്തിട്ട് ഒരു ഫലവുമില്ല, അല്ലാഹു തആല സ്വീകരിക്കില്ല. വളരെ വ്യക്തമായി അല്ലാഹു തആല പറഞ്ഞതാണ്. ഫിർഔൻ്റെ അവസ്ഥ നമുക്കറിയില്ലേ? മുങ്ങിച്ചാണ സമയത്ത് അവൻ തൗബ ചെയ്തില്ലേ? അപ്പോൾ അല്ലാഹു തആല ചോദിച്ചത്, ആന, ഇപ്പോഴാണ് തൗബ ചെയ്യണമെന്ന് അല്ലാഹു ചോദിച്ചത്. ആ മുങ്ങിച്ചാണ നേരത്ത് അവന് മൂസാ നബിൻ്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറായി. പക്ഷേ അല്ലാഹു തആല വിട്ടില്ല. അല്ലാഹു ചോദിച്ചു, ആന, ഇപ്പോഴാണോ തൗബ ചെയ്യാൻ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു നേരക്കും അല്ലാഹു തആല ആ സമയത്ത് തൗബ ചെയ്തിട്ട് അല്ലാഹു തആല സ്വീകരിക്കില്ല, ഒരു ഫലം കിട്ടൂല. അതുകൊണ്ട് ഏത് സമയത്തും തൗബ, തെറ്റുകുറ്റങ്ങൾ നമ്മിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഉടനെ അടുത്തടുത്തായിട്ട് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അങ്ങനെ ഒരു മനസ്ഥിതി നമുക്കുണ്ടാവണം. എന്നാൽ അല്ലാഹു തആലാക്ക് വളരെ ഇഷ്ടമാണ് നമ്മളുണ്ടാകുക. അല്ലാഹു തആലാക്ക് നമ്മോട് വളരെ ഇഷ്ടമാണ് ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകളെ അല്ലാഹു തആലാക്ക് വളരെ ഇഷ്ടമാണ്. എത്രത്തോളം വളരെ സന്തോഷമാണ് ഉണ്ടാവുക. എത്രത്തോളം ഒരാൾ ഒരു മൃഗത്തിൻ്റെ മേലെ യാത്ര ചെയ്യുകയാണ്, ഒരൊട്ടകപ്പുറത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഒട്ടകപ്പുറത്ത് തന്നെയാണ് അവൻ്റെ ഭക്ഷണം വെള്ളമൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ദീർഘമായൊരു യാത്രക്കിടയിൽ, മരുഭൂമിയാണ്, കടകളില്ല, ഒന്നുമില്ല, ജനവാസ കേന്ദ്രങ്ങളല്ല. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ക്ഷീണം വന്ന് ഒരു മരത്തിൻ്റെ ചോട്ട് ഒന്ന് വിശ്രമിക്കാനിരുന്നു. ആ സമയത്ത് ഒട്ടകത്തിനെ അവിടെ നിന്ന് കിടത്തി, ശരിക്കും ബന്ധിച്ചതൊന്നുമില്ല. ആ ക്ഷീണം മാറി അവിടുന്ന് യാത്ര തുടരണമെന്ന നിലക്കാണ്.
ആ സമയത്തൊന്ന് ഉറങ്ങിപ്പോയി ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോഴേക്ക് ഒട്ടകത്തിന് കാണാനില്ല. പിന്നെ ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? ഭക്ഷണം അതിൻ്റെ മുകളിലാണ്, വെള്ളം അതിൻ്റെ മുകളാണ്, കയറിപ്പോകാനുള്ള വാഹനം അതാണ്. ഈ മരുഭൂമിയിൽ എന്തു ചെയ്യും? ആകെ ഒറ്റപ്പെട്ടു പോകില്ലേ? ഈ നിലക്കാകെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ഒട്ടകം വരുന്നു. ഒട്ടകം അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. എവിടെ പോയി മറിഞ്ഞ ഒട്ടകം പിന്നെ വീണ്ടും അവൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവനക്ക് എത്ര കണ്ട് സന്തോഷം ഉണ്ടാവും, എത്ര സന്തോഷം ഉണ്ടാവും. കാരണം അവൻ്റെ വെള്ളവും ഭക്ഷണവും എല്ലാം അതിൻ്റെ പുറത്താണ്, കയറിപ്പോകാനുള്ള വാഹനം അതാണ്. അപ്പം അത് രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ സന്തോഷം എത്രത്തോളം ഉണ്ടാവും? അതിനേക്കാളേറെ സന്തോഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്യുന്ന അടിമയോട് അള്ളാഹുവിനുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തൗബ ചെയ്യണം. നമ്മൾ അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിലുള്ള തെറ്റുകുറ്റങ്ങൾക്ക് 3 നിബന്ധനയാണ് നമ്മൾ കഴിഞ്ഞ വോയിസിൽ പറഞ്ഞത്. ഒന്ന്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് അതിൽ നിന്ന് വിരമിക്കുക, ചെയ്തു പോയതിനെ സംബന്ധിച്ച് ഖേദിക്കുക, ഇനി ഭാവിയിൽ അത് ആവർത്തിക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. എന്നിട്ട് ഈ 3 നിബന്ധനകളും പാലിച്ച് തൗബ ചെയ്താൽ തീർച്ചയായും അത് സ്വീകരിക്കപ്പെടും. അത് യാതൊരു സംശയമില്ല. റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് തൗബ ചെയ്യാൻ കഴിയും. ഇനി പടപ്പുകളുമായി ബന്ധപ്പെട്ട ഹക്കടപാടുകളുള്ളവരെ കാര്യം നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു ഒരു സാലിഹായ അമലായി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ വളരെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളാണ്. റബ്ബേ, ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. ഈ പുണ്യമാക്കപ്പെട്ട ദിവസത്തിൽ, പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഞങ്ങളെ ദുആന നീ തട്ടിക്കളയല്ല അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധീകരിക്കണേ അല്ലാ. പാവക്കറ കൊണ്ട് മലിനമായ ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഹൃദയത്തിനകത്ത് ഈമാനിൻ്റെ പ്രകാശം നീ വർദ്ധിപ്പിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നോമ്പ് നീ ഫർളാക്കിയത് തഖ്വക്ക് വേണ്ടിയിട്ടാണ്. റബ്ബേ, ആ തഖ്വ ഉള്ളവരായി റബ്ബേ, ഞങ്ങളെ ആ തഖ്വക്ക് കാരണമായി ഞങ്ങളെ നോമ്പിനെ നീ മാറ്റണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസിനിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് കെലിമയിൽ മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്, നീ സുഖപ്പെടുത്തണേ അല്ലാ. ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട് റബ്ബേ, ആഫിയത്തോടെ പൂർണ്ണ ആഫിയത്തോടു കൂടി ആസ്പത്രിയിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. പരിപൂർണ ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ടവരെയും ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഒരുപാട് മുറാദുകൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ, അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തുനിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ, സഹോദരന്മാർ, മറ്റ് ബന്ധുമിത്രാദികൾ. റബ്ബേ, അവരുടെ എല്ലാവർക്കും അവരുടെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ ഗൾഫ് മേഖലയിലുള്ള പ്രതിസന്ധി നീ ഉടനെ നീക്കിക്കളയണേ അല്ലാ. നീ സലാമത്ത് നൽകണേ അല്ലാ. റബ്ബേ, സമാധാനം പുനഃസ്ഥാപിക്കണേ അല്ലാ. റബ്ബേ, അതുകൊണ്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് റബ്ബേ. അതിൻ്റെ എല്ലാ പുണ്യങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അതിൻ്റെ എല്ലാ ഖൈറാത്തുകളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.